ആ. അയ്യോ സാറ് വരണം 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 സാർ. പ്ലാന്റ് അവിടെയാ വെച്ചിരിക്കുന്നേ. Hey, what is this? Very bad. വെരി ബാഡ്. എന്താ ഇത്? എടോ ഇത് സ്ഥാപിക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് അബദ്ധോ? അബദ്ധം. യെസ്. എടോ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മുമ്പ് വാസ്തു നോക്കണ്ടേ? ഇത് തെറ്റായ ദിശയിലല്ലേ ഇരിക്കുന്നത്. വെരി ബാഡ്, വെരി ബാഡ്. തെറ്റായ ദിശയിലോ? പിന്നെ അല്ലാതെ സൂര്യൻ എവിടെ? ദേ അവിടെ. ഇത് തെക്ക് കിഴക്കേ മൂലക്കല്ലേ വെച്ചിരിക്കുന്നത്. ഇത് അഗ്നിക്കോണാണ്. ഇതിവിടെ സ്ഥാപിക്കാൻ പാടുണ്ടോ? ഞാൻ ഇവിടെ ഇടയ്ക്ക് വന്നിരുന്നാലേ നിങ്ങൾ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ടുള്ള സ്ഥലം പറഞ്ഞു തരത്തില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഇതിനേക്കാളും നല്ല സാധനം ഇതിനേക്കാളും വില കുറച്ച് ഞാൻ നിങ്ങൾക്ക് തന്നെ. ബാഡ് ലക്ക്, ബാഡ് ലക്ക്, bad luck. വെരി വെരി ബാഡ് ലക്ക്. ഏതാണാവോ ഈ റൈറ്റ് പൊസിഷൻ? അത് തെക്ക് പടിഞ്ഞാറ് മൂലക്കുണ്ടെങ്കിൽ സ്ഥാപിച്ചു. തെക്ക് പടിഞ്ഞാറ് കന്നിമൂലല്ലേ? എന്നാ പിന്നെ വടക്ക് പടിഞ്ഞാറ് മൂല കൊണ്ട് സ്ഥാപിച്ചു. കുഴപ്പമില്ലല്ലോ. തെക്ക് വടക്കും കൊള്ളാം. ആ, അഗ്നികോണിൽ വെച്ചാ എന്താ കുഴപ്പം? ഏയ്. ഇതിന്റെ ഗ്യാസ് പാചകത്തിന് ഉപയോഗിക്കുന്നതല്ലേ? ആ, അപ്പൊ ഇത് തന്നെയല്ലേ റൈറ്റ് പൊസിഷൻ? ചേട്ടാ, അതാണ് മാലിന്യ സംസ്കരണത്തിന് എന്ത് അഗ്നികോൺ എന്ത് കന്നിമൂല? ഉം. 2-3 സെന്റ് സ്ഥലമുള്ളവർക്ക് അടുക്കളയ്ക്ക് സമീപം സൗകര്യമുള്ള സ്ഥലത്ത് പ്ലാന്റ് സ്ഥാപിക്കാം. അതിന് സൗകര്യം ഇല്ലെങ്കിൽ ടെറസിന് മുകളിൽ സ്ഥാപിക്കാം. ഹലോ, എന്നെ പഠിപ്പിക്കുകയാണോ? ഉം. എന്റെ കുഞ്ഞെ, നിന്റെ പ്രായത്തേക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഈ ഫീൽഡിൽ. നിനക്ക് പറഞ്ഞു മനസ്സിലായി. ഉം. പിന്നെ ഇത് മാത്രമല്ല എന്റെ പണി. ദാ ഇത് കണ്ടോ, ഞാനൊരു ബിൽഡർ കൂടിയാ. എനിക്ക് വാസ്തുവിനെ കുറിച്ച് കൃത്യമായിട്ട് നല്ല അറിവും ബോധവും എല്ലാം ഉണ്ട്. മനസ്സിലായോ? 3 സെന്റിൽ വീട് വെക്കുന്നതിന് എന്ത് വാസ്തു ചേട്ടാ? എന്താ ഇപ്പൊ ഏ? വന്നേ? അന്ന് ആലോചിച്ച് പറയാന്ന് പറഞ്ഞു, പറ്റിച്ചു. വെരി ബാഡ്, വെരി വെരി ബാഡ്. വെരി ബാഡ്. പിന്നെ നിങ്ങൾ ഇതാ പോയി അബദ്ധത്തിൽ ചാടുകയും ചെയ്തു. അത് നിങ്ങളുടെ വിധി. പക്ഷെ ഇപ്പോ പഞ്ചായത്തിൽ നിങ്ങളെ ഒരു ദൗത്യം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. പുതിയതായിട്ട് വന്നിട്ടുള്ള ബയോഗ്യാസ് കമ്പനികളുടെ ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കണമെന്ന്.